ഇന്ന് നമുക്ക് പണ്ട് 70-80 കാലഘട്ടത്തിലൊക്കെ ബാലവാടി കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഒരു മഞ്ഞ കളറിലെ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ്. അതിനുവേണ്ടി കാത്തിരിക്കും, ഭയങ്കര ടേസ്റ്റ് അതിന്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ചോളപ്പൊടിയാണ്. ഇപ്പോൾ 2 കപ്പ് ചോളപ്പൊടി എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. പാക്കറ്റിൽ വറുത്തതെന്നൊക്കെ ആയിരിക്കും, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. പണ്ടൊക്കെ അംഗനവാടി എന്നല്ല പറയുന്നത്, ബാലവാടി എന്നാണ്. ബാലവാടി കിട്ടുന്ന ഉപ്പുമാവ്, മഞ്ഞ ഉപ്പുമാവ്. അപ്പോൾ എന്നിട്ട് അതിനെ നമ്മളൊരല്പം വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ നനച്ചിട്ട് ആവി വെച്ച് വേവിച്ചെടുക്കും. അപ്പം നമുക്ക് ആവി കയറ്റാൻ വെക്കാം അതിനെ. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. അന്നൊക്കെ നിലക്കടല എണ്ണയാണെന്ന് തോന്നുന്നു, എന്നാൽ നമ്മുടെ കപ്പലിൻ്റെ എണ്ണ, അതാണ് കുട്ടികൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കതില്ലാത്തതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ, ബട്ടറും വെളിച്ചെണ്ണയൊന്നും നല്ലതല്ല. എന്നിട്ട് അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും ഒരു പച്ചമുളകും. കുട്ടികൾക്കാകുമ്പോൾ അതൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു, മുരിങ്ങയില മാത്രമേ ഇടത്തുള്ളൂ. പക്ഷേ ഇപ്പം നമ്മളൊരു ടേസ്റ്റ്, നമുക്ക് എന്തിനും ഇപ്പോൾ ഉള്ളിയില്ലാതെ പറ്റത്തില്ലല്ലോ, സവാള. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുക. അന്നൊക്കെ കുട്ടികൾക്ക് നിലക്കടല എണ്ണയും ഈ പൊടിയും മുരിങ്ങയിലയും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നല്ല ടേസ്റ്റും അതിന്. ആ നിലക്കടല എണ്ണയ്ക്കും പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഈ ആവി കയറ്റി വെച്ച പൊടിയും കൂടി ഇട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കും, ആവിയിലൊന്നും കൂടി ഒന്ന് വേകാൻ വേണ്ടി. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഇനി ഒരു ചെറിയ പരിപാടിയും കൂടെ. ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുത്ത് അതിലേക്ക് ഇടണം. പാൽപ്പൊടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പാൽപ്പൊടി ചേർക്കുമ്പം. അത് ബാലവാടിയിൽ ചേർക്കുമോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അംഗനവാടിയിൽ അല്ലെങ്കിൽ ബാലവാടി കിട്ടുന്ന ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, ഒരു നൊസ്റ്റു ഐറ്റവും കൂടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.